അത് ക്രിസ്ത്യാനികളിൽ നിന്ന് വന്നെത്തിയ വാക്കാണ്, ബൈബിളിന്റെ വാക്കാണ്. ഭാര്യ ഭർത്താവ്, ഭാര്യ ഭരിക്കപ്പെടുന്നവളും ഭർത്താവ് ഭരിക്കുന്നവനും, അങ്ങനെ ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവളുമായ ആണും പെണ്ണും നിൽക്കുന്ന വാക്കാണ് നമുക്കിടയിൽ പ്രചാരം, എല്ലാവർക്കിടയിലും പ്രചാരം. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടലേനെയാണ്. കെട്ടുന്നവനാണോ, കെട്ടുന്നവർക്ക് ഇരേ പെണ്ണുമാണല്ലോ. അപ്പം അങ്ങനൊന്നും പറ്റൂല. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് തന്നെയാണ്. ഞാൻ വിവാഹം ചെയ്തു, പെണ്ണും പറയും ഞാൻ വിവാഹം ചെയ്തു, ആണും പറയും. അങ്ങനെ പരസ്പര വിവാഹം ശരി തന്നെയാണ്. ഇസ്ലാമിൻ്റെ ഭാഷ അതാണ്. ഇത്തരം വിവാദങ്ങളിലും മാറ്റങ്ങളിലും ഒക്കെ വളരെ വലിയൊരു സൗകര്യമുള്ളത് ഇസ്ലാമിൻ്റെ മേന്മയും ഇസ്ലാമിൻ്റെ വിഭാവനം ചെയ്യുന്ന ഇസ്ലാമിൻ്റെ രീതിയുടെ പ്രത്യേകതയും സവിശേഷതയും അതിൻ്റെ ഗുണമേന്മയും അതിൻ്റെ മികവുമൊക്കെ ലോകത്തിന് തിരിയാൻ ഈ പരിഷ്കാരങ്ങളും വിവാദങ്ങളും ഒക്കെ വഴിവെക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, നിക്കാഹ് എന്നറിയുന്നിടത്ത് ഖുർആൻ ഉപയോഗിക്കുന്നത് രണ്ട് പദങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്കഹതുക എന്നോ ദവ്വജുതുക എന്നോ പറയാൻ ഞാൻ നിക്കാഹ് സാധുവാകൂല. രണ്ടാലൊന്നേ പറ്റൂ. ദവ്വജുതുക എന്നോ അങ്കഹതുക എന്നോ. വേറെ മൂന്നാമതൊരു പദം പറ്റില്ല. ഈ രണ്ട് പദവും എങ്ങനെയാ? മരത്തിന്റെ ചില്ലകൾ തമ്മിൽ കൂടുന്നത് പോലെ ഈ ആകർഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇണയെ നിന്നിലേക്ക് കൂട്ടിത്തന്നു തന്നെയാണ്. ദവ്വജുതുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഇണയാക്കി തന്നു തന്നെയാണ്. സൗജൈൻ, ഇണകൾ, ഇണയും തുണയും. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം ഇണയും തുണയും. ഇണ പുരുഷനാണെങ്കിൽ തുണ പെണ്ണാണ്, പെണ്ണാണ് ഇണയെങ്കിൽ തുണ ആണാണ്. ഈ രീതിയിലാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. നിക്കാഹ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ. തനാക്കഹത്തിൽ അശ്ജാറു, മരങ്ങൾ തമ്മിൽ കൂടി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കൂടുന്നത്? അവ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയാണ്. ഇങ്ങനെ കൂട്ടി തന്നു എന്ന പദമാണ് അങ്കഹതുക. ഈ രണ്ടാലൊരു പദമാണ് നിക്കാഹ്. ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന പദങ്ങളൊക്കെ വാസ്തവത്തിൽ മറ്റു സമുദായക്കാരിൽ നിന്നും കടം വന്നിട്ടുള്ള മലയാള വാക്കുകളാണ്. ഇസ്ലാമികമായിട്ടുള്ള സംസ്കാരത്തെ ധ്വനിപ്പിക്കുന്ന വാക്കുകളല്ല. അത് ക്രിസ്ത്യാനികളിൽ നിന്ന് വന്നെത്തിയ വാക്കാണ്, ബൈബിളിന്റെ വാക്കാണ്. ഭാര്യ ഭർത്താവ്, ഭാര്യ ഭരിക്കപ്പെടുന്നവളും ഭർത്താവ് ഭരിക്കുന്നവനും, അങ്ങനെ ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവളുമായ ആണും പെണ്ണും നിൽക്കുന്ന വാക്കാണ് നമുക്കിടയിൽ പ്രചാരം, എല്ലാവർക്കിടയിലും പ്രചാരം. ഇന്നത് പറ്റില്ലെങ്കിൽ ഉപയോഗം അങ്ങനെയല്ല നമ്മൾ ഇതുവരെ ഉപയോഗിച്ചു വന്നത്. ഈ ഭാര്യ ഭർത്താവ് എന്ന പ്രയോഗം വാസ്തവത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം സൗജൈൻ എന്നാ പറയുന്നത്. ഇണകൾ ഇണയാക്കി കൊടുത്തു എന്നാ പറയുന്നത്. ഈ ഇണയാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഇടപാടിനനുസരിച്ചുള്ള ഇസ്ലാമിൻ്റെ ഈ മേന്മയും ഇസ്ലാം അതനുസരിച്ചു തന്നെയാണ് രണ്ടു പേർക്കും നിക്കാഹോടുകൂടി വരുന്ന ബന്ധങ്ങളെയും അവർക്ക് വരുന്ന ബാധ്യതകളെയും ചുമതലകളെയും വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നതും അർത്ഥം തന്നെയാണ്. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന, ബാധ്യതയുള്ളതുപോലെ തന്നെ അവകാശം. വലഹുന്ന, പെണ്ണുങ്ങൾക്ക് അവകാശമുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ. മിസ്ലുല്ലദീ അലൈഹിന്ന, അവർക്ക് ബാധ്യതയുള്ളതിന് തുല്യം അവകാശമുണ്ട്. എന്താ ഖുർആന്റെ പ്രയോഗം? ബാധ്യതപ്പെടുന്നത് എന്താണോ ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിലെങ്കിൽ ആ കുടുംബ ജീവിതത്തിലെ ബാധ്യതകൾക്ക് തുല്യം അവകാശമുണ്ട് പെണ്ണുങ്ങൾക്ക് എന്ന് പറയുന്ന ഖുർആന്റെ ആ മൊഴി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന, നിങ്ങൾ അവരുടെ നാണം മറക്കുന്ന വസ്ത്രങ്ങളാണ്, അവർ നിങ്ങൾക്കും വസ്ത്രമാണ്. തമ്മിൽ വസ്ത്രമായിക്കൊണ്ട് പരസ്പരം പൂരകമായി നിൽക്കേണ്ടവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം എത്ര മഹത്തരമാണ്! ആ മഹത്തരമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തന്നെയാണ് വാസ്തവത്തിൽ ഇപ്പൊ ഇവിടെ ഈ വിവാദങ്ങൾക്കിടയിലൊക്കെ ശരിക്കും വ്യക്തമായി വരുന്നത്. നമ്മളൊക്കെ തന്നെ അതൊക്കെ ശീലിക്കേണ്ടിയിരിക്കുന്നു. അതിലേക്ക് നമ്മൾ എത്ര, കാരണം നമ്മളിവിടെ കേരളത്തിൽ ജീവിച്ചു വരില്ലേ, പൊതുസമൂഹത്തിൽ എന്താണോ ഭാഷാ പ്രയോഗമെങ്കിൽ അതൊക്കെ തന്നെയാണ് നമ്മളും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇസ്ലാം വിഭാവനം ചെയ്യുന്ന കുടുംബജീവിതം എങ്ങനെ, ദാമ്പത്യം എങ്ങനെ എന്നൊക്കെ മനസ്സിലാക്കാൻ ഇതൊക്കെ പറ്റും. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പറയുന്നിടത്ത് ഈ നിക്കാഹ് എന്ന് പറയുന്ന സംഗതിയിലെ ഭാര്യ ഭർത്താവ് ഒന്നും ഇല്ലാത്ത ഈ കൂട്ടിക്കൊടുക്കുന്നിടത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയുണ്ടല്ലോ. ഈ വലിയ പുരുഷനാവുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ബാപ്പയാണ്, ബാപ്പയില്ലെങ്കിൽ ഉപ്പാപ്പയാണ്, പാപ്പയും ഉപ്പാപ്പയും ഇല്ലെങ്കിലാണ് പിന്നെ സഹോദരന്മാരും അതിന് തുടർന്നുള്ള വലിയകളൊക്കെ വരുന്നത്. ഇവിടെയൊക്കെ ഒരാണിനെ രക്ഷാകർത്താവാക്കി ഇടയാക്കി തന്നു എന്ന് പറയാനുള്ള ആ ഒരു നിലപാട് നമുക്കുണ്ട്. അത് വേണ്ടാത്തവർക്ക് സൗകര്യമുണ്ട്. കാരണം രജിസ്റ്റർ വിവാഹം ചെയ്യാൻ ആരും നോക്കണ്ട, ഒരു മതവും നോക്കണ്ട. ഞങ്ങൾ തമ്മിൽ ഇണയായി സ്വീകരിക്കാൻ എന്താ വാചകം കാവന്ന് രജിസ്റ്റർ ചെയ്യാം. ഇസ്ലാമിക സംസ്കാരത്തിൽ ഒരു നിക്കാഹും ദാമ്പത്യവും നടക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ശാഫിഈ മദ്ഹബ് അനുസരിച്ചാണ് നമ്മുടെ നാട്ടിലെ പ്രയോഗം. ആ ശാഫിഈ മദ്ഹബ് അനുസരിച്ചുകൊണ്ട് രക്ഷിതാക്കൾ നിക്കാഹ് ചെയ്തു കൊടുക്കണമല്ലോ.
അതനുസരിച്ചു തന്നെ പെൺകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും അവരെ കരുതലോടെയാണല്ലോ വളർത്തുന്നത്. കരുതലുകൾ അവർക്ക് കൂടുതൽ കിട്ടുന്നല്ലോ രക്ഷിതാക്കളിൽ നിന്നും, മാതാവിൽ നിന്നും, പിതാവിൽ നിന്നും കരുതലുകൾ ധാരാളം കിട്ടുന്നത് പെൺകുട്ടികൾക്കാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു വാപ്പാന്റെയും ഉമ്മാന്റെയും മക്കൾക്കെങ്കിൽ എപ്പോഴും വാപ്പാന്റെയും ഉമ്മാന്റെയും കരുതൽ കിട്ടുന്നത് പെൺകുട്ടികൾക്കാണ് കൂടുതൽ. സ്വാഭാവികമായും അങ്ങനെയാണ്. മറ്റേതൊക്കെ അപവാദമാണ്. വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നാദിറ. സാധാരണഗതിയിൽ ബാപ്പയും ഉമ്മയും നല്ല പോലെ കരുതൽ പെൺകുട്ടികൾക്കാണ്.